എത്ര ദിവസം കൂടുമ്പോഴാണ് ചെയ്തെടുക്കുന്നത്? ഇപ്പൊ ഇതുകൊണ്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ 14-15 ദിവസവും, അല്ല കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിലായിരുന്നു. അങ്ങനെയാണ്. പക്ഷെ എത്താൻ പറ്റില്ല നമുക്ക്. 7 ദിവസം കൊണ്ടും 14 ദിവസം കൊണ്ടൊന്നും എത്താൻ പറ്റില്ല. 20 ദിവസം 21 ദിവസമൊക്കെ ആവും. വീഡിയോ എടുക്കല് ഞാൻ ചേച്ചിയുടെ കൂടെ എടുക്കത്തില്ല. എന്റെ അച്ഛൻ്റെ നാടൊക്കെ കോട്ടയം. ആണോ? കോട്ടയത്തോടെ? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പാലക്കാടൻ യാത്രയിലെ സെക്കൻഡ് പാർട്ടാണിത്. സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 2-2.5 മണിക്കൂറത്തെ ട്രാവലിങ്ങിന് ശേഷം നമ്മൾ സ്പോട്ടിലെത്തി. നിങ്ങളെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും പ്ലേസ് ഏതാണെന്ന്. നമ്മളിന്ന് കാണാൻ പോകുന്നത് മലമ്പുഴ ഡാമാണ്. അവർ പോവുകയാണ്. റോപ്പ് വേ. റോപ്പ് വേ വെയിലായതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഇനി നമ്മൾ ഡാം കാണാൻ പോവാം. മലമ്പുഴ ഡാം. ഓ, കിതയ്ക്കുന്നു. അയ്യോ ഈ ഫോൺ തണുപ്പത്തിൽ. ഡാം ഒട്ടും ആളില്ല. കൊറോണ ഇല്ല. അതെ, കൊറോണയേ ഇല്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണികളിൽ ഒന്നാണ് മലമ്പുഴ ഡാം. പാലക്കാട് ടൗണിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. 1955 മലമ്പുഴ ഡാമിൻ്റെ പണികൾ പൂർത്തീകരിച്ചത്. പാലക്കാടിനെ കേരളത്തിൻ്റെ നെല്ലറയാക്കി മാറ്റാൻ മലമ്പുഴ ഡാമിൻ്റെ പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ തന്നെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. പാലക്കാടിൻ്റെ മനോഹാരിതയും വിശാലമായ മലമ്പുഴ ഗാർഡനും സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇത് പൊങ്ങുമ്പോൾ ഈ സാധനം പൊങ്ങുമ്പോഴത്തേക്ക് ആ സാധനം താഴത്ത് വരും. ഓക്കെ. ഷട്ടർ, മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ. ഇപ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും? മലമ്പുഴ ഗാർഡനും ഡാമും എല്ലാം കൂടെ കാണാൻ പറ്റും. ഇത് ക്ലിയർ അല്ലെന്ന് തോന്നുന്നു അല്ലേ? എന്തിയെ യക്ഷി എവിടെ? യക്ഷി എവിടെ? അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.